ഹലോ എവറി വൺ. സോ കറണ്ട് ഇലക്ട്രിസിറ്റി ആണ് ഇന്ന് വൺ ഷോട്ട് സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നീറ്റ് എക്സാമിന് കറണ്ട് ഇലക്ട്രിസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. 4 5 ക്വസ്റ്റ്യൻ വരെ കറണ്ട് ഇലക്ട്രിസിറ്റി നീറ്റിന് ചോദിച്ചിട്ടുണ്ട്. സോ നേരെ നമ്മൾ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് ടോപ്പിക് ഇലക്ട്രിക് കറണ്ട്. ആദ്യം ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് കറണ്ട്, ഡ്രിഫ്റ്റ് വെലോസിറ്റി, ഇലക്ട്രിക് ഫീൽഡ്, കറണ്ട് ഡെൻസിറ്റി, ഇതിനൊക്കെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ്. സോ ഇക്വേഷൻസ് ഒക്കെ ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. കറണ്ട് ആസ് വി നോ dq/dt, ചാർജ് ഒരു ഫംഗ്ഷൻ ആയിട്ട് തന്നാൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. കറണ്ട് ഒരു ഫംഗ്ഷൻ ആയിട്ട് തന്നാൽ i/dt-നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ചാർജ് കിട്ടും. ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി, ഒരു ഇലക്ട്രിക് ഫീൽഡ്, ഒരു കണ്ടക്ടറിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോണിന് കിട്ടുന്ന ആവറേജ് വെലോസിറ്റി ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ, ദാറ്റ് ഈസ് കോൾഡ് drift velocity. And drift velocity Vd is equal to E tau divided by m. ആ m എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്, E എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺ, ആൻഡ് ക്യാപിറ്റൽ E എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ്. ദെൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് മൊബിലിറ്റി, ദ റേഷ്യോ ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ടു ദ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് കോൾഡ് മൊബിലിറ്റി. ആൻഡ് ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇവിടെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. കുറേ ഇക്വേഷനിലേക്ക് നമ്മൾ പോകും. ആ ഇക്വേഷൻ വന്ന വഴിയും അതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി ഒക്കെ മനസ്സിലാക്കി വെച്ചാൽ തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ് കണ്ട് മനസ്സിലാക്കി പഠിച്ചാൽ തന്നെ ഈസി ആയിട്ട് ഈ ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സി, കറണ്ടിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഇക്വേഷനാണ് NAVDE. NAVD I is equal to NAVDE. ഈ N എന്ന് പറയുന്നത് കണ്ടക്ടറിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെർ യൂണിറ്റ് വോളിയം, നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺ, നമ്പർ ഓഫ് ഇലക്ട്രോൺ പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ യൂണിറ്റുകൾ ശ്രദ്ധിക്കണം. 2 × 10⁻⁸ ഇലക്ട്രോൺ പെർ മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോഴാണ് അത് N ആവുക. The number of electron per unit volume is N. Area of cross section of the conductor is A. Drift velocity is charge of electron is E. Drift velocity നമ്മൾ ഇപ്പോൾ പഠിച്ച ഇക്വേഷനില്ലേ, E tau divided by m. ഈ tau എന്ന് പറയുന്നത് റിലാക്സേഷൻ ടൈമാണ്, ആവറേജ് ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ ഓഫ് ഇലക്ട്രോൺ. നമുക്കറിയാം. അതെടുത്തിട്ട് ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഇസ് ഈക്വൽ ടു NA E² tau ഡിവൈഡഡ് ബൈ m എന്ന് കിട്ടും. വളരെ പ്രധാനപ്പെട്ട കറണ്ടിൻ്റെ ഒരു ഇക്വേഷനാണത്. വെരി 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 ഇമ്പോർട്ടൻറ്റ്, പ്ലീസ് നോട്ട് ഇറ്റ്. ഓക്കെ, നൗ ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ താഴത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കറണ്ട് ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് കിട്ടും. ദാറ്റ് ഈസ് കോൾഡ് കറണ്ട് ഡെൻസിറ്റി. കറണ്ട് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു NE² റിലാക്സേഷൻ ടൈം ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡഡ് ബൈ m. ഇത് നോക്കി വെച്ചോ, വളരെ പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. ഇതിലേക്ക് നമ്മളൊരു ലിങ്ക് എത്തും, ശ്രദ്ധിച്ചിരുന്നോ? ദെൻ ഇവിടെ വെച്ചിട്ട് ഞാനൊരു കോൺസെപ്റ്റ് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു കറണ്ട് ഡിവൈഡഡ് ബൈ NA ചാർജ് ഓഫ് ഇലക്ട്രോൺ. ഡ്രിഫ്റ്റ് വെലോസിറ്റി അവിടെ വെച്ചിട്ട് N-ഉം A-യും E-നെയും താഴെ കൊണ്ടുവരിക. ഒരു സിംഗിൾ കണ്ടക്ടറിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇങ്ങനെ മാറുന്നുണ്ടെന്ന് വിചാരിച്ചോ. ഒരു സിംഗിൾ കണ്ടക്ടർ ആണെങ്കിൽ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മാറുന്നുണ്ടെന്ന് വിചാരിച്ചോ. ഒരു സിംഗിൾ കണ്ടക്ടറിലെ കറണ്ട് എപ്പോഴും സെയിം ആയിരിക്കും. ഇപ്പോൾ സീരീസ് ആയിട്ട് ആ കണ്ടക്ടർ ഇങ്ങനെ മുന്നോട്ടേക്ക് നീണ്ടു കിടക്കുകയാണെങ്കിൽ അതിലത്തെ കറണ്ട് എപ്പോഴും സെയിം ആയിരിക്കും. കറണ്ട് കോൺസ്റ്റൻ്റ് ആണ്, നമ്പർ ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, ചാർജ് ഓഫ് ഇലക്ട്രോൺ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ എന്ന് പറയാം. സോ ഇവിടേക്ക് വരുമ്പോൾ ഏരിയ കൂടും. ഒരു സിംഗിൾ കണ്ടക്ടറിൻ്റെ കാര്യമാണ്. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി കുറയും, കറണ്ട് സെയിം ആയിരിക്കും. ഇവിടെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കാണാം. ക്വസ്റ്റ്യൻ ഞാൻ ആക്ച്വലി വായിക്കുന്നില്ല, നിങ്ങൾക്ക് ഈ ഡയഗ്രം കണ്ടാൽ മനസ്സിലാവും. ഇവിടെ നമുക്ക് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ വൺസ് മൂവ് ഫ്രം P to Q. പിയിൽ നിന്നും ക്യൂയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന എന്ത് മാറ്റമായിരിക്കുമോ സംഭവിക്കുക, അതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ P നിന്ന് ക്യൂയിലേക്ക് പോകുമ്പോൾ കണ്ടക്ടറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുന്നതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുമ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി കൂടും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡിഫറെൻ്റ് ആണെങ്കിലും കറണ്ട് സെയിം ആയിരിക്കും, സെയിം കറണ്ട്, ബിക്കോസ് അതൊരു സിംഗിൾ കണ്ടക്ടറാണ്, ചാർജ് കൺസേർവ്ഡ് ആണ്. ഇവിടെ ഒരു സെക്കൻഡിൽ എത്ര ചാർജ് ഇവിടെ ഫ്ലോ ചെയ്യുന്നുണ്ടോ അത്ര തന്നെ ചാർജ് ഇവിടെയും ഫ്ലോ ചെയ്യണം. അപ്പോൾ ഇവിടെ പതുക്കെ ഫ്ലോ ചെയ്താൽ മതി, കാരണം ഏരിയ കൂടുതലാണ്. ഇവിടെ ഏരിയ കുറവായതുകൊണ്ട് സ്പീഡിൽ ഫ്ലോ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ നോക്കൂ. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻക്രീസസ്, ഏരിയ കുറയുന്നു, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻക്രീസസ്. ഇലക്ട്രിക് ഫീൽഡ് ഡിക്രീസസ്, ഇലക്ട്രിക് ഫീൽഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി കൂടുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കൂടുകയാണ് ചെയ്യുക, ബിക്കോസ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റീസ് ആർ പ്രൊപ്പോർഷണൽ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ദെൻ ഇലക്ട്രോൺ കറണ്ട് ഡിക്രീസസ്, കറണ്ട് സെയിം ആയിരിക്കും അപ്പോൾ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. സി, ഓംസ് ലോയെ കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഓംസ് ലോ ഒബേ ചെയ്യുന്ന കണ്ടക്ടർ ഓമിക് കണ്ടക്ടർ അല്ലാത്ത നോൺ ഓമിക് കണ്ടക്ടർ. ഓംസ് ലോ ഒബേ ചെയ്യുന്ന കണ്ടക്ടറിൻ്റെ IV ഗ്രാഫ് വരച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. ഇതിൽ നിന്ന് വാരിയേഷൻ വരികയാണെങ്കിൽ അത് നോൺ ഓമിക്
കണ്ടക്ടറിൻ്റെ അല്ലെങ്കിൽ ഓംസ് ലോയിൽ നിന്നുള്ള വാരിയേഷൻ ആയിട്ട് കാണാം. ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നിലനിൽക്കുമ്പോഴേ ഓംസ് ലോ ഒബേ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ദാറ്റ് ഇസ് വെക്ടർ ഫോം ഓഫ് ഓംസ് ലോ എന്ന് പറയും. പക്ഷേ അതിലേക്ക് നിങ്ങൾ പോകേണ്ടതില്ല, നിങ്ങൾ ഇക്വേഷൻ നോക്കിയാൽ മതി. ജെ എന്ന് പറയുന്നത് കറണ്ട് ഡെൻസിറ്റിയാണ്. കറണ്ട് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റി ഇൻടു ഇലക്ട്രിക് ഫീൽഡ്. കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റിയുടെ ഇൻവേഴ്സ് ആണ്. എന്താണ് റെസിസ്റ്റിവിറ്റി? റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്ന് പറയുന്ന ഇക്വേഷൻ ഇല്ലേ? ഒരു മെറ്റീരിയലിന് റെസിസ്റ്റൻസിൻ്റെ ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി, എത്രത്തോളം റെസിസ്റ്റൻസ് ഉണ്ട് എന്നുള്ള ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുക, അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുക. 1 മീറ്റർ ലെങ്ത് ഉള്ള 1 മീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു മീറ്റർ സ്ക്വയർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു പെർട്ടിക്കുലർ മെറ്റീരിയലിൻ്റെ കണ്ടക്ടർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് എത്ര റെസിസ്റ്റൻസ് വരുമോ അതിനെയാണ് നമ്മൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുക. ആ വാല്യൂ ആണ് ശരിക്കും റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ദാറ്റ് ടൈം ഇൻറ്റു എത്ര ലെങ്ത് വരുമോ ഡിവൈഡഡ് ബൈ എത്ര ഏരിയ ആണോ എന്ന് വെച്ചാൽ നമുക്ക് ആ വയറിൻ്റെ റെസിസ്റ്റൻസ് കിട്ടും. സോ ദിസ് റോ ഇസ് കോൾഡ് എ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റിവിറ്റി. അതിൻ്റെ ഇൻവേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി ഇസ് ഡിനോട്ടഡ് ബൈ സിഗ്മ. റെസിസ്റ്റിവിറ്റിക്ക് ഇക്വേഷൻ ഉണ്ട്. യു ഹാവ് ടു ബൈ ഹാർട്ട് ദിസ് ഇക്വേഷൻ. മാസ് ഓഫ് ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻടു ചാർജ് ഓഫ് ഇലക്ട്രോൺ സ്ക്വയർ ഇൻടു റിലാക്സേഷൻ ടൈം. സോ റോ ഈസ് ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ എൻ ഇ സ്ക്വയർ ടോ. അത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി ആയി സിഗ്മ ഈസ് ഈക്വൽ ടു എൻ ഇ സ്ക്വയർ ടോ ഡിവൈഡ് ബൈ എം. എൻ ഇ സ്ക്വയർ ടോ ഡിവൈഡഡ് ബൈ എം നേരത്തെ പറഞ്ഞ ലിങ്ക് ആവാൻ പോവാണ്. സി കറണ്ട് ഡെൻസിറ്റി ഇക്വേഷൻ എന്താ? എൻ ഇ സ്ക്വയർ ടോ. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ മാറ്റി എഴുതി വെച്ചത് മനഃപൂർവ്വം ചെയ്താണ്. നേരത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇതാ ഇവിടെ തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ആയിരുന്നു. അതിന് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റിയത് മനഃപൂർവ്വമാണ്. കാരണം എൻ ഇ സ്ക്വയർ ടോ ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ എം. ഇതെങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ ഡിറൈവ് ചെയ്ത് കണ്ടതാണ്. ഇതിൽ എൻ ഇ സ്ക്വയർ ടോ ഡിവൈഡഡ് ബൈ എം ആണ് ആക്ച്വലി ഒരു മെറ്റീരിയലിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്, അതായത് റെസിസ്റ്റിവിറ്റിയുടെ ഇൻവേഴ്സ്. അപ്പോൾ അതിനെ ഇലക്ട്രിക് ഫീൽഡോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കറണ്ട് ഡെൻസിറ്റി കിട്ടും. അപ്പോൾ കറണ്ട് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റി ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ്. ഇത് ബൈ ഹാർട്ട് പഠിച്ചു നോക്കുക. ഈ ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് കഴിഞ്ഞ വർഷത്തെ നീറ്റിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ? സ്ട്രെച്ചിങ് ഓഫ് എ വയർ. ഒരു വയറിൻ്റെ റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ ആണ്. സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത് കൂടും, ഏരിയ കുറയും, വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എൽ ബൈ എൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആർ ഇസ് ഈക്വൽ ടു റോ എൽ സ്ക്വയർ ബൈ വോളിയം എന്ന് കിട്ടും. ഏരിയ ഇൻറ്റു ലെങ്ത് വോളിയം ആണല്ലോ. അപ്പോൾ റെസിസ്റ്റൻസ് ഇസ് പ്രൊപ്പോർഷണൽ ടു എൽ സ്ക്വയർ. അപ്പോൾ ലെങ്ത് ഡബിൾ ആക്കി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് 4 ടൈംസ് ആവും. ലെങ്ത് n ടൈംസ് ആക്കി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് n സ്ക്വയർ ടൈംസ് ആവും. ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു n സ്ക്വയർ. അങ്ങനെയെങ്കിൽ ഈ ക്വസ്റ്റൻ ആൻസർ നിങ്ങൾക്ക് പറയാൻ പറ്റും. 4 ഓം റെസിസ്റ്റൻസ് ഉള്ള ഒരു വയർ സ്ട്രെച്ച്ഡ് ട്വൈസ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്. അപ്പോൾ ആദ്യത്തെ ലെങ്ത് L ആകുമ്പോൾ റെസിസ്റ്റൻസ് 4 ഓം ആയിരുന്നു. ഇപ്പോഴത്തെ ലെങ്ത് 12 ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് 2 സ്ക്വയർ ഇൻറ്റു 4 എന്ന് വരും. ലെങ്ത് 3L ആക്കിയാൽ 3 സ്ക്വയർ ഇൻറ്റു 4. ലെങ്ത് NL ആക്കിയാൽ n സ്ക്വയർ ഇൻറ്റു 4. അപ്പോൾ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. 4 ഇൻറ്റു 4 16. ദാറ്റ് ഇസ് ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. റെഡി? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്നുള്ള, ഒരു മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ആ മെറ്റീരിയൽ കണ്ടക്ടേഴ്സ്, അതായത് മെറ്റൽസ് ആണെങ്കിൽ റെസിസ്റ്റിവിറ്റിയും റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യും. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റൻസ് ആസ് വെൽ ആസ് റെസിസ്റ്റിവിറ്റി ഇൻക്രീസസ്. റെസിസ്റ്റിവിറ്റി ഇൻക്രീസസ് ആകുമ്പോൾ കണ്ടക്ടിവിറ്റി ഡിക്രീസസ്. ഇതായിരിക്കാണ് മെറ്റൽസിന് അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ് എന്ന് പറയാം. ഇനി സെമി കണ്ടക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത്, നിങ്ങൾ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സിൽ പഠിച്ചാണ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ കോവലന്റ് ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യുന്നു, മോർ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവുന്നു. അങ്ങനെ കണ്ടക്ടിവിറ്റി കൂടുന്നത് കാരണം റെസിസ്റ്റൻസ് കുറയുന്നു, റെസിസ്റ്റിവിറ്റി കുറയുന്നു, കണ്ടക്ടിവിറ്റി കൂടുന്നു. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇത് എക്സാമിന് ചോദിക്കും. കഴിഞ്ഞ വർഷവും നീറ്റിന് ചോദിച്ചിട്ടുണ്ട്, അതിന് മുന്നത്തെ വർഷവും ചോദിച്ചിട്ടുണ്ട്. മുന്നത്തെ വർഷം പ്രോബ്ലം ആയിട്ടാണ് ചോദിച്ചത്. കഴിഞ്ഞ വർഷം പ്രോബ്ലം ആയിട്ടാണ് ചോദിച്ചത്. അതിന് മുന്നത്തെ വർഷം കോൺസെപ്റ്റ് ആയിട്ടാണ് ചോദിച്ചത്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ കണ്ടക്ടേഴ്സിൻ്റെ റെസിസ്റ്റൻസ് കൂടും, സെമി കണ്ടക്ടേഴ്സിൻ്റെ റെസിസ്റ്റൻസ് കുറയും. വാരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ് വിത്ത് ടെമ്പറേച്ചർ. നോക്കൂ, T ഡിഗ്രി സെൽഷ്യസിലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസിലെ റെസിസ്റ്റൻസ് ഇൻറ്റു 1 പ്ലസ് ആൽഫ T1 ഡിഗ്രി സെൽഷ്യസ്. T1 എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറാണ്. ഇപ്പോൾ ഒരു 30 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ എങ്കിൽ അത് 30 ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇത് ആ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് ആണ് RT എന്ന് പറയുന്നത്. R0 എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസിലെ റെസിസ്റ്റൻസ്. അപ്പോൾ ഇത് T1 ആകുമ്പോൾ T2 നമുക്ക് എങ്ങനെ എഴുതാം? RT2 is equal to R0 into 1 plus alpha T2 എന്ന് എഴുതാം. അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽഫക്ക് ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതാണ് ഇക്വേഷൻ. ഇതിന് മറ്റൊരു ഇക്വേഷനും കൂടെ ഉണ്ട്, ഒരു അപ്രോക്സിമേറ്റ് ഇക്വേഷൻ. ദാറ്റ് ഇസ് R2 is equal to, R2 എന്ന് പറയുന്നത് T2ലെ റെസിസ്റ്റൻസ് ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുമല്ലോ. ഈസ് ഈക്വൽ ടു R1 ഇൻറ്റു, R1 എന്ന് പറയുന്നത് T1 ഡിഗ്രി സെൽഷ്യസിലെ
റെസിസ്റ്റൻസ് ആണ് ഇൻറ്റു 1 പ്ലസ് ആൽഫ ഡെൽറ്റ ടി. ആ ഡെൽറ്റ ടി എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും T2 മൈനസ് T1. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. ക്ലിയർ? കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. സീരീസും പാരലലും അതിൻ്റെ ഇക്വേഷൻസ് ഒന്നും ഞാൻ സ്പെഷ്യലി എടുത്ത് പറയേണ്ട ആവശ്യമില്ല. സീരീസിൽ കറണ്ട് സെയിം ആയിരിക്കും, പാരലലിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും. റൈറ്റ്? ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇത് പോയിന്റ് പൊട്ടൻഷ്യൽ മെത്തേഡ് വെച്ചിട്ടാണ്. പോയിന്റ് പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ചുമ്മാ ഒരു വയർ കൊണ്ട് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് പോയിന്റും ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇത് എ, എന്നിട്ട് ഞാനിതിനെ ഇത് ബി, അപ്പോൾ ഞാനിവിടെ സി എന്ന് വിളിച്ചു, ഇവിടെ ഈ പോയിന്റിനെ ഡി എന്ന് വിളിച്ചു. അപ്പോൾ ഇത് സി ആണ്, ഇവിടുന്ന് ചുമ്മാ ഒരു വയർ എടുത്തിട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്തതാണ്, അപ്പോൾ ഇതും സി ആണ്. ഇത് ഡി ആണ്, അവിടുന്ന് ചുമ്മാ ഒരു വയർ അവിടെ റെസിസ്റ്റൻസിൻ്റെ അടുത്ത് ഇങ്ങോട്ട് കണക്ട് ചെയ്തു, അപ്പോൾ അതും ഡി ആണ്. അപ്പോൾ ഞാൻ ഷെയ്ഡ് ചെയ്യുന്ന റെസിസ്റ്റൻസ് നോക്കൂ, ബിറ്റ്വീൻ സി ആൻഡ് ഡി, ഇതോ ബിറ്റ്വീൻ സി ആൻഡ് ഡി, ഇതോ ബിറ്റ്വീൻ സി ആൻഡ് ഡി, ഇതോ ബിറ്റ്വീൻ സി ആൻഡ് ഡി. അപ്പോൾ ഈ 4 റെസിസ്റ്റൻസുകളും പാരലലാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. എയിൽ നിന്നും ഒരു റെസിസ്റ്റൻസ് വരുന്നു, അതിൻ്റെ വാല്യൂ 6 ആണ്. എന്നിട്ട് സിയിലെത്തുന്നു. സിന്ന് ഡിയിലേക്ക് ഒരു റെസിസ്റ്റൻസ്, സിന്ന് ഡിയിലേക്ക് ഒരു റെസിസ്റ്റൻസ്, സിന്ന് ഡിയിലേക്ക് ഒരു റെസിസ്റ്റൻസ്, സിന്ന് ഡിയിലേക്ക് ഒരു റെസിസ്റ്റൻസ്. അപ്പോൾ അവിടെ 4 റെസിസ്റ്റൻസുകൾ വരും. റൈറ്റ്? ആ സ്ക്വയറിൻ്റെ 3-4 വശങ്ങളിലായിട്ടുള്ള റെസിസ്റ്റൻസുകളാണ് അത്. ഓക്കെ, ഞാനത് തൽക്കാലം മാർക്ക് ചെയ്യുന്നില്ല. അത് 4 പാരലൽ. അപ്പോൾ അതാ ഇവിടെ ഈ റെസിസ്റ്റൻസ്, പിന്നെ ഇത് 4 പാരലൽ, പിന്നെ ഈ റെസിസ്റ്റൻസ്, എന്നിട്ട് ബിയിലേക്ക് എത്തും. ഇവിടെ ഈ അറ്റം ഡി ആണ്, ദെൻ റെസിസ്റ്റൻസ് ബിയിലേക്ക് എത്തും. സോ ദിസ് ഇസ് ഓൾസോ ആർ. ബാക്കിയുള്ളതിൻ്റെ വാല്യൂസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. 1 6, പിന്നെ ഇവിടെ 6, ഇവിടെ 6/2, ഇവിടെ 6/2. ഇത് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ പോയിന്റ് പൊട്ടൻഷ്യലിൻ്റെ കോൺസെപ്റ്റ് എന്നാണ് ഞാൻ പറയുന്നത്. ഇതും പോയിന്റ് പൊട്ടൻഷ്യലാണ്, നിങ്ങൾ ഒത്തിരി കണ്ടതായിരിക്കും. ഇവിടെ 3 റെസിസ്റ്റൻസ്, 6 6 6. ഈ പോയിന്റ് എ ആണെങ്കിൽ ഇതാ ചുമ്മാ ഒരു വയർ എടുത്ത് ഇങ്ങോട്ടേക്ക് ഷോർട്ട് ചെയ്തു, സോ ദിസ് ഇസ് ഓൾസോ എ. ഇവിടെ ബി ആണെങ്കിൽ ചുമ്മാ ഒരു വയർ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഷോർട്ട് ചെയ്തു, ദിസ് ഇസ് ഓൾസോ ബി. സോ ദിസ് ഇസ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി, ദിസ് ഇസ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി, ദിസ് ഇസ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. ആ റെസിസ്റ്റൻസിൻ്റെ അപ്പുറം നോക്കിയാൽ മതി. സോ ദേ ആർ പാരലൽ. ക്ലിയർ ആണല്ലോ? അപ്പോൾ 2020 നീറ്റിന് ചോദിച്ചൊരു ചോദ്യം നോക്കൂ. ഇവിടുന്ന് ഒരു എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് വയർ വന്നു, ഇവിടുന്ന് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈ 4 ഓമും ഈ 8 ഓമും സീരീസ് ആണ്. 4ഉം 8ഉം സീരീസ്, ദാറ്റ് ഇസ് 12 ഓം വരും. ആ സീരീസ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ 2 പോയിന്റുകൾക്കാണ്. അതേ 2 പോയിന്റുകൾക്ക് ഈ 2 പോയിന്റിൽ നിന്നാണല്ലോ ഈ 8ഉം 4ഉം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തത്. അതേ 2 പോയിന്റുകൾക്കിടയിൽ തന്നെയാണ് 6 ഉള്ളത്. അപ്പോൾ അവ രണ്ടും പാരലാണ്. അപ്പോൾ R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. R1 12 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 12 പ്ലസ് 6, ദാറ്റ് ഇസ് 18. 6ഉം 18ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ 3 വരും. 3ഉം 12ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് 4 ഓം. അപ്പോൾ അവിടെ 4 ഓം കിട്ടി. ഈ സ്ക്വയർ ട്രയാങ്കിളിൻ്റെ റെസിസ്റ്റൻസ് 4 ഓം കിട്ടി. ദിസ് ഇസ് 4 ഓം. അതിങ്ങനെ വന്നിട്ട് പിന്നെ ഈ ട്രയാങ്കിളിലൂടെ പോകുന്നു 4 ഓം, എന്നിട്ട് ഇവിടേക്ക് എത്തുന്നു 8 ഓം. അപ്പോൾ ആ 4 ആൻഡ് 8 ദേ ആർ സീരീസ്. 4 + 4 8 + 8 16 ohm. That is option B is the right answer. Clear ആണല്ലോ? സെൽ ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ്. ഒരു സെല്ല് ഇപ്പോൾ കെമിക്കൽ സെല്ലാണെങ്കിൽ സെല്ലിൻ്റെ ഉള്ളിൽ 2 ഇലക്ട്രോഡ്സ് ഉണ്ടാവും. ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ സെല്ലിൻ്റെ ഉള്ളിലുള്ള ഈ ഇലക്ട്രോഡിനും ഇലക്ട്രോലൈറ്റിനും ഒക്കെ റെസിസ്റ്റൻസുകളുണ്ട്. അപ്പോൾ സെല്ലിൻ്റെ ഉള്ളിലുള്ള റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് നമ്മളിവിടെ R എന്ന് വരച്ചു വെക്കും. ഇത് EMF. സെല്ലിൻ്റെ 2 അറ്റങ്ങൾ എയും ബിയും, ഇത് നമ്മൾ ടെർമിനൽ പോയിന്റ്സ് ഓഫ് സെൽ എന്നാണ് പറയാം. ഡിസ്ചാർജ് ആവുന്ന സമയത്ത്, അതായത് സെല്ലിൽ നിന്ന് കറണ്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി, സെല്ലുകളുടെ 2 അറ്റങ്ങൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു E minus IR. It is very 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 important equation. E minus IR അങ്ങ് ബൈ ഹാർട്ട് പഠിച്ചേക്കാം. E minus IR, E minus IR, E minus IR. ഓപ്പൺ സർക്യൂട്ട്, കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല എങ്കിൽ, ആ സർക്യൂട്ടിലൂടെ സെല്ലിൽ നിന്ന് കറണ്ട് വരുന്നില്ല എങ്കിൽ I 0 ആവും. അപ്പോൾ IR 0 ആവും. അപ്പോൾ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും EMFും ഈക്വൽ ആവും. അപ്പോൾ എപ്പോഴാണ് ഒരു സെല്ലിൻ്റെ 2 അറ്റങ്ങൾ തമ്മിലുള്ളത്, ഈ 2 അറ്റങ്ങൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും സെല്ലിൻ്റെ EMFും എപ്പോഴാണ് ഈക്വൽ ആവുക? ഫ്രം ദിസ് ഇക്വേഷൻ, ഇഫ് ദർ ഇസ് നോ കറണ്ട് ത്രൂ ദ സെല്ലിൽ നിന്ന് കറണ്ട് ഒന്നും വരുന്നില്ല എങ്കിൽ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു EMF. ഓക്കെ, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഹിയർ ഇറ്റ് ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് EMF. കാരണം EMF നിന്ന് IR കുറച്ചാലാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടുക. അപ്പോൾ നോർമലി കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് V ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് E. ഇനി സെല്ല് ചാർജ് ചെയ്യുന്ന സമയത്ത് സെല്ലിലേക്ക് അകത്തേക്ക് കറണ്ട് കൊടുക്കുക ചെയ്യുക. സെല്ല് ചാർജ് ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്ക് കറണ്ട് പോവുക ചെയ്യുക. ആ സമയത്ത് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു E + IR. അവിടെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് EMF.
സോ ദിസ് ഇക്വേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, പ്ലീസ് നോട്ട് ഇറ്റ്. ഇതിൽ ആർ എന്ന് പറയുന്നത്, സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ്. ഒരു സെല്ല് ഒരു സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്തത് ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസിലേക്കാണ്, ദാറ്റ് ഇസ് ക്യാപിറ്റൽ ലെറ്റർ ആറിലേക്കാണ്. അതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലിൽ നിന്ന് വരുന്ന കറണ്ട് ഇസ് ഈക്വൽ ടു EMF ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് പ്ലസ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. ഇവിടെ 3-4 റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ എക്സ്റ്റേണൽ റെസിസ്റ്റൻസിന്റെ എഫക്റ്റീവ് പ്ലസ് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് ഡിനോമിനേറ്റർ വരുന്നത്. സോ I is equal to EMF ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസ് രണ്ടെണ്ണം ഉണ്ട്, ഇന്റേണൽ പ്ലസ് എക്സ്റ്റേണൽ. ദാറ്റ്സ് ഓൾ. റെഡി. സെല്ലുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, കുറേ സെല്ലുകൾ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു, ഒക്കെ ഐഡൻറ്റിക്കൽ സെൽസ് ആണ്. സോ ടോട്ടൽ EMF എല്ലാം കണക്ട് ചെയ്ത് ഒരേ ഓർഡറിലാണോ നോക്കുക. മൈനസ് പ്ലസ് ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് ആ രൂപത്തിൽ പോകുമ്പോൾ ടോട്ടൽ EMF ഇസ് ഈക്വൽ ടു NE, ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു NR. അപ്പോൾ കറണ്ട് ത്രൂ ദ സർക്യൂട്ട് ഇസ് ഈക്വൽ ടു ടോട്ടൽ EMF ഡിവൈഡഡ് ബൈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് പ്ലസ് ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് NR. ഒരു കണ്ടീഷൻ ഞാൻ പറയാം. ഇവിടെ പവർ മാക്സിമം ആവുക എക്സ്റ്റേണൽ റെസിസ്റ്റൻസും നെറ്റ് ഇന്റേണൽ റെസിസ്റ്റൻസും ഈക്വൽ ആകുമ്പോഴായിരിക്കും. അത് കണ്ടീഷനായിട്ട് ചിലപ്പോൾ എക്സാമിന് ചോദിച്ചേക്കാം. ഇനി സെല്ലുകൾ പാരലായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് എഫക്റ്റീവ് EMF ഇസ് ഈക്വൽ ടു E1/R1 പ്ലസ് E2/R2 പ്ലസ് E3/R3. അപ്പം ഇങ്ങനെ ചെയ്താൽ സമ്മേഷൻ ഓഫ് E/R, പെർട്ടിക്കുലർ സെല്ലുകളുടെ EMFും അതിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസും ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ആഡ് ചെയ്ത് പോവാം, ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് 1/R, ദാറ്റ് ഇസ് ഈ പാരലലിൻ്റെ ടോട്ടൽ. ഇതൊക്കെ ഐഡൻറ്റിക്കൽ സെല്ലാണെങ്കിൽ ഇനി ഇതിൻ്റെ ഒക്കെ ഇന്റേണൽ റെസിസ്റ്റൻസിൻ്റെ എഫക്റ്റീവ് വാല്യൂ എന്താ വരിക? ഒക്കെ പാരലൽ അല്ലേ, 1/R എഫക്റ്റീവ് ഈസ് ഈക്വൽ 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. നൗ എല്ലാ സെല്ലും ഐഡൻറ്റിക്കൽ ആണെങ്കിൽ എഫക്റ്റീവ് EMF എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ EMFിൻ്റെ വാല്യൂ തന്നെ ഈക്വൽ ആയിട്ട് വരും. എഫക്റ്റീവ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു R/N വരും. കാരണം പാരലൽ ആവുന്ന സമയത്ത് ഐഡൻറ്റിക്കൽ റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്താൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈക്വൽ ടു R/N ആണ്. അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 5 വോൾട്ടിൻ്റെ ബാറ്ററി കുറേ എണ്ണം എടുത്തു, സെല്ല് കുറേ എണ്ണം എടുത്തു. ഇത് 5 വോൾട്ട്, ഇത് 5 വോൾട്ട്, ഇത് 5 വോൾട്ട്. എല്ലാത്തിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസും 6 തന്നെയാണ്. അപ്പോൾ നമ്മൾ എഫക്റ്റീവ് EMF കണ്ടുപിടിക്കാൻ 5 ഡിവൈഡഡ് ബൈ R പ്ലസ് 5 ഡിവൈഡഡ് ബൈ R പ്ലസ് അങ്ങനെ എല്ലാം ഐഡൻറ്റിക്കൽ ആണെങ്കിൽ 5/R പ്ലസ് 5/R പ്ലസ് അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. എത്ര എണ്ണം ഉണ്ടോ ഇൻറ്റു N ഡിവൈഡഡ് ബൈ 5/R ഡിവൈഡഡ് ബൈ ഇനി 1/R പ്ലസ് 1/R പ്ലസ് 1/R അങ്ങനെ എത്ര ഉണ്ടോ അത്രയും കൂട്ടി ചെയ്തേണ്ട ആവശ്യമില്ല. എത്ര ഉണ്ടോ N ഇൻറ്റു 1/R. N ക്യാൻസൽ ആവും, R ക്യാൻസൽ ആവും. അപ്പോൾ എഫക്റ്റീവ് EMF നമുക്ക് എത്ര തന്നെ കിട്ടും? 5. അപ്പോൾ ഒരേ വോൾട്ടേജ് ഉള്ള സെല്ലുകൾ, ഒരേ ഐഡൻറ്റിക്കൽ സെല്ല്, ഒരേ വോൾട്ടേജ്, ഒരേ ഇന്റേണൽ റെസിസ്റ്റൻസ് ഉള്ള സെല്ലുകൾ എത്ര എണ്ണം പാരലായിട്ട് കണക്ട് ചെയ്താലും എഫക്റ്റീവ് 5 എന്നായിരിക്കും. പക്ഷെ അവ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താലോ എത്ര എണ്ണം ഉണ്ടോ അത്രയും ടൈംസ് ഇൻഡിവിജ്വലിൻ്റെ EMF. ആ പോയിന്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ കിർച്ചോഫ്സ് ലോയിലേക്ക് കിടക്കുകയാണ്. കിർച്ചോഫ്സ് ലോ, ഇതിലെ കിർച്ചോഫ്സ് ലോയിലെ ജംഗ്ഷൻ റൂൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ടോട്ടൽ കറണ്ട് എൻ്റർ ഇൻ ടു ദ ജംഗ്ഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ലിവിങ് ഫ്രം ദ ജംഗ്ഷൻ. ഇതിലെല്ലാവർക്കും കൺഫ്യൂഷൻ വരിക ലൂപ്പ് റൂളിലാണ്. ലൂപ്പ് റൂളിൻ്റെ പ്രോബ്ലമാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട് വരുന്നത്. പല കുട്ടികളും ഈ കറണ്ട് ഇലക്ട്രിസിറ്റീനെ പഠിക്കാതെ മാറ്റി നിർത്താനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം അതിൽ കിർച്ചോഫ്സ് ലോ അറിയാത്തതുകൊണ്ടാണ്, അറിയില്ല എന്ന കാരണം കൊണ്ടാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഫാക്ടർ എന്താ വെച്ചാൽ, നീറ്റിന് കിർച്ചോഫ്സ് ലോയിൽ നിന്ന് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ലൈറ്ററായ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ. ഹെവി ആയ ക്വസ്റ്റ്യൻ ചോദിക്കില്ല എന്നല്ല, ചോദിച്ചേക്കാം. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും കിർച്ചോഫ്സ് ലോ, നീറ്റിന് ചോദിക്കുന്ന കിർച്ചോഫ്സ് ലോ എന്ന് ചോദിക്കുന്ന മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം സിമ്പിളായ കാര്യങ്ങൾ പഠിച്ചെടുക്കുക, എന്നിട്ട് ബാക്കി അപ്പുറത്തേക്ക് നമുക്ക് പിന്നെ നോക്കാം. ഫസ്റ്റ് വൺ, കിർച്ചോഫ്സ് ലോന്ന് 3 ടൈപ്പ്, കിർച്ചോഫ്സ് ലോന്റെ ലൂപ്പ് റൂളിന് 3 ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് സാധ്യത. ഒന്ന് ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ കാണുന്ന സർക്യൂട്ട്, ഓപ്പൺ സർക്യൂട്ട്. രണ്ടാമത്തത് സിംഗിൾ ക്ലോസ്ഡ് സർക്യൂട്ട്. ഈ 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാനും വളരെ എളുപ്പമാണ്. 5 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുമോ, ഇത് സെറ്റാക്കി തരാം. 5 മിനിറ്റ് മതി. ഇത് രണ്ടും പഠിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ മൾട്ടിപ്പിൾ ലൂപ്പ് വരുന്നിടത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് രണ്ടുമാണ് കാര്യമായിട്ട് നീറ്റ് ചോദിക്കുക. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഓപ്പൺ സർക്യൂട്ടിൽ നിന്നും സിംഗിൾ ക്ലോസ്ഡ് സർക്യൂട്ടിൽ നിന്നാണ്. ഈ മൾട്ടിപ്പിൾ ലൂപ്പ് നീറ്റിന് അങ്ങനെ ചോദിക്കാറില്ല. ചോദിച്ചാലും ചെയ്യാം, ബട്ട് കുറച്ചധികം സമയം എടുത്ത് പഠിക്കണം. ഇത് രണ്ടും നമുക്ക് ഇപ്പോൾ സെറ്റാക്കാം. ഇതിൻ്റെ ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഓപ്പൺ സർക്യൂട്ടിൽ ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഓപ്പൺ സർക്യൂട്ടിൽ അവർ ചോദിക്കുക, ഈ ഓപ്പൺ സർക്യൂട്ടിൻ്റെ 2 എൻഡ് പോയിന്റ് ഇല്ലേ, ആ 2 എൻഡ് പോയിന്റിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അതായത് ഒരറ്റം പൊട്ടൻഷ്യൽ VA, മറ്റൊരറ്റം പൊട്ടൻഷ്യൽ VB. സോ വി വാണ്ട് ടു ഫൈൻഡ് പൊട്ടൻഷ്യൽ A മൈനസ് പൊട്ടൻഷ്യൽ B, ദാറ്റ് ഇസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ A ആൻഡ് B. അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഏത് പോയിന്റുകൾ നമ്മളെ പൊട്ടൻഷ്യൽ ഡിഫറൻസാണ്? Aയും Bയും നമ്മുടെ ഡിഫറൻസ് VA മൈനസ് VB അല്ലേ, അല്ലെങ്കിൽ VAB എന്ന് പറഞ്ഞാൽ VA മൈനസ് VB എന്നാണ് അർത്ഥം. അപ്പോൾ Aയും Bയും നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, Aയിൽ പോയി നിൽക്കുക. എന്നിട്ട്
ബീൻ്റെ അടുത്തേക്ക് നടക്കുക. എയിൽ പോയി നിൽക്കുക, എന്നിട്ട് ബീൻ്റെ അടുത്തേക്ക് നടക്കുക. ഓക്കെ, അങ്ങനെ നടക്കുന്ന സമയത്ത് നിങ്ങൾ പോകുന്ന അതേ ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ ആ കറണ്ട് പോസിറ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാം. നിങ്ങൾ നടന്നു പോകുമ്പോൾ കാണുന്നത് സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലാണെങ്കിൽ ആ സെല്ലിൻ്റെ EMF പോസിറ്റീവായിട്ട് കാണാം. നിങ്ങൾ പോകുന്ന ഡയറക്ഷന് എതിർ ദിശയിലാണ് കറണ്ട് വരുന്നതെങ്കിൽ ആ കറണ്ടിനെ നെഗറ്റീവായിട്ട് കാണുക. നിങ്ങൾ പോകുമ്പോൾ ആദ്യം കാണുന്നത് സെല്ലിൻ്റെ നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ EMF നെഗറ്റീവായിട്ട് എടുക്കുക. ദാറ്റ്സ് ഓൾ. അപ്പോൾ ദാ ഇനി എയും ബിയും നമ്മളെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എഴുതാൻ പോവുകയാണേ. ഇവിടെ കറണ്ട് 2 ആമ്പിയർ ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പോകുന്നു, നമ്മൾ പോകുന്ന അതേ ഡയറക്ഷനിലാണ് കറണ്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നു. കറണ്ട് 2 ഓം റെസിസ്റ്റൻസിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ അവിടെ ഒരു IR വരും. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ആ റെസിസ്റ്റൻസിന് അക്രോസ് ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവും, ദാറ്റ് ഈസ് IR. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ ഒരു 2 ഓം റെസിസ്റ്റൻസ് കണ്ടു. അപ്പോൾ അവിടെ ഒരു IR വരും. 2 × 2 ദാറ്റ് ഈസ് 4. പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ സെല്ലിൻ്റെ പോസിറ്റീവ് കണ്ടു +3. പിന്നെ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് 1 ഓം റെസിസ്റ്റൻസ് കണ്ടു. ആ 1 ഓം റെസിസ്റ്റൻസിലൂടെ 2 ആമ്പിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ IR ദാറ്റ് ഈസ് 1 × 2 +2. 4 3 7 2 9 +9 വോൾട്ട്. ഇതേപോലെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് -9 ആയിരിക്കും കിട്ടുക. ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ക്ലോസ്ഡ് സർക്യൂട്ടാണ് ഞാൻ വിചാരിച്ചു. 2020 നീറ്റിന് ചോദിച്ച ചോദ്യം കേട്ടോ. ക്ലോസ്ഡ് സർക്യൂട്ടാണ്. ഫോർ ദ ഗിവൺ സർക്യൂട്ട് കിർച്ചോഫ്സ് ലോ ലൂപ്പ് റൂൾ ലൂപ്പ് BCDE ഇവിടെ അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിതാ ഇവിടെ നിൽക്കുക. എന്നിട്ട് ഇവിടെ നിന്നല്ല നമ്മൾ ബി എന്നല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ ബി എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ നമ്മൾ പോകുന്ന അതേ ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നത്. R2 റെസിസ്റ്റൻസിലൂടെ കറണ്ട് ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ അത് നമുക്ക് I2 R2 എന്ന് എഴുതാം. നമ്മൾ പോകുന്ന അതേ ഡയറക്ഷനിലാണ് നമ്മൾ പോസിറ്റീവ് എടുത്തു. ഇങ്ങനെ ഇവിടെ എത്തിയപ്പോൾ സെല്ലിൻ്റെ പോസിറ്റീവാണ് നമ്മൾ ആദ്യം കണ്ടത്. അപ്പോൾ അത് +E2. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ സെല്ലിൻ്റെ അടുത്ത് എത്തിയപ്പോൾ രണ്ടാമത്തെ സെല്ലിൻ്റെ നെഗറ്റീവാണ് നമ്മൾ കണ്ടത്. സോ -E3. പിന്നെ നമ്മളിങ്ങനെ പോയിട്ട് ഇവിടുന്ന് മുകളിലേക്കാണ് കയറുന്നത്. I3 എന്ന് പറഞ്ഞ കറണ്ട് വരുന്നത് മുകളിൽ നിന്ന് താഴോട്ടേക്കാണ്. അപ്പോൾ ആ കറണ്ട് നമ്മൾ മൈനസ് ആക്കി എടുക്കണം. -I3 അത് പോകുന്ന റെസിസ്റ്റൻസ് R1 ആണ്. ശരിയല്ലേ? അങ്ങനെ പോയി നമ്മൾ ഇവിടെ തന്നെ എത്തി. തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. ഇവിടെ നമ്മൾ ഇവിടുന്ന് തുടങ്ങി ഇവിടെ അവസാനിച്ചു. അപ്പോൾ നമുക്ക് കിട്ടിയത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ A and B ദാറ്റ് ഈസ് VA - VB. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് തുടങ്ങി അവിടെ തന്നെ എത്തി. അപ്പോൾ ഇവിടെ നിന്നല്ലേ തുടങ്ങിയത്. പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ് എവിടെയാണ് എത്തി? അവിടെ തന്നെ. അപ്പോൾ മൈനസ് പൊട്ടൻഷ്യൽ അറ്റ് ആ പോയിന്റ്. ഇവിടെ നമ്മൾ ഇവിടുന്ന് തുടങ്ങി എന്ന് തുടങ്ങി ബിയിൽ അവസാനിച്ചു. അപ്പോൾ VA - VB. ഇവിടെ നമ്മൾ ഇവിടുന്ന് തുടങ്ങി അവിടെ തന്നെ അവസാനിച്ചു. അപ്പോൾ ആ പൊട്ടൻഷ്യൽ മൈനസ് ആ പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ അവസാനിക്കുകയാണെങ്കിൽ അത് ലൂപ്പായ ഓപ്പൺ സർക്യൂട്ടിൽ നിന്ന് ലൂപ്പിലേക്ക് മാറുമ്പോൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ അവസാനിക്കും ലൂപ്പാകുമ്പോൾ. അപ്പോൾ നമ്മൾ എഴുതി വരുന്ന സാധനം ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതും. ഓപ്പൺ ആണെങ്കിൽ നമ്മൾ എഴുതി വരുന്ന സാധനം ഈക്വൽ ടു നമ്മൾ തുടങ്ങിയ സ്ഥലം അവസാനിച്ച സ്ഥലം നമ്മളുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ക്ലോസ് ലൂപ്പ് ആകുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എ ഡിഫറൻസ്. അപ്പോൾ ഈ ഓപ്ഷൻ ഏതാ വരുന്നത്? നോക്ക്, ഓപ്ഷൻ നോക്ക്. I2 R2 +E2 -E3 -I3 R1 is equal to 0. That is option B is the right answer. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വീസ്റ്റോൺ ബ്രിഡ്ജ് കൂടുതൽ ഞാൻ പറയുന്നില്ല. വീസ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ 4 റെസിസ്റ്റൻസ് ഉണ്ടാവും. ഒരു ബ്രിഡ്ജ് ഗാലനോമീറ്റർ കണക്ട് ചെയ്യും. ഗാലനോമീറ്റർ 0 ആണെങ്കിൽ, ഗാലനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ 0 ആണെങ്കിൽ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണ്. ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണെങ്കിൽ R1/R2 is equal to R3/Rx, അല്ലെങ്കിൽ R1/R3 is equal to R2/Rx. ഇതൊക്കെ വീസ്റ്റോൺ ബ്രിഡ്ജിൻ്റെ വേറെ ഡയഗ്രാംസ് ആണ്. ഇവിടെ ബ്രിഡ്ജ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസ് ആണ് ബ്രിഡ്ജ് റെസിസ്റ്റൻസ്. ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണെങ്കിൽ ഈ റെസിസ്റ്റൻസിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. ഇതും വീസ്റ്റോൺ ബ്രിഡ്ജ് ആണ്. ഇവിടെ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണ്. കാരണം ഇത് 10 ഇത് 10/10 is equal to 1. ഇത് 10 ഇത് 10/10 is equal to 1. അപ്പോൾ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണ്. സോ ഈ നടുവിലുള്ള റെസിസ്റ്റൻസിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. നിങ്ങൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ആ റെസിസ്റ്റൻസ് നിങ്ങൾ പരിഗണിക്കേണ്ട. ഇവിടെ ഈ 10 സീരീസ് ആണ്. അപ്പോൾ അത് 20 വരും. ഈ 10 സീരീസ് ആണ്. അപ്പോൾ 20 വരും. 20 പാരലലാണ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് വരിക 10 ആണ്. വീസ്റ്റോൺ ബ്രിഡ്ജിൻ്റെ അപ്ലിക്കേഷനാണ് മീറ്റർ ബ്രിഡ്ജ്. നമ്മൾ ഇവിടെ റെസിസ്റ്റൻസ് വെച്ചു. ഇവിടെ നിന്നാണ് ബാലൻസിങ് ലെങ്ത് എടുക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ ബാലൻസിങ് ലെങ്ത് L1 കിട്ടി. അപ്പോൾ ഇപ്പുറത്ത് റെസിസ്റ്റൻസ് ഉണ്ട്. അവിടെയുള്ള ലെങ്ത്, ആ റെസിസ്റ്റൻസിന് താഴെ ലെങ്ത് എന്ന് പറയുന്നത് 100 - L ആണ്. അപ്പോൾ ഈ റെസിസ്റ്റൻസിന് താഴെ ലെങ്ത് L1 ഉം ഈ റെസിസ്റ്റൻസിന് താഴെ ലെങ്ത് 100 - L1 ആണ്. അപ്പോൾ എളുപ്പമാണ്. R ഡിവൈഡഡ് ബൈ അതിൻ്റെ താഴെ ലെങ്ത് L1 ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പുറത്ത് S ഡിവൈഡഡ് ബൈ അതിൻ്റെ താഴെയുള്ള റെസിസ്റ്റൻസ് 100 - L1. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നോക്ക്. Shown in the figure below, a meter bridge is set up null deflection in the given galvanometer. The maximum value of unknown resistance is, ഇവിടെ 50 ആണ്, അതിൻ്റെ താഴെ ലെങ്ത് 20 ആണ്. അപ്പോൾ 50/20 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇപ്പുറത്ത് 6 ആണ് ഡിവൈഡഡ് ബൈ അതിൻ്റെ ലെങ്ത് ഇപ്പുറത്ത് 100 - 20 ആണ് വരിക. ടോട്ടൽ 100 ആണല്ലോ. ടോട്ടൽ 100 ആണ്. 100 - 20 is 80. 20 ക്യാൻസൽ ചെയ്ത് അവിടെ 4 വരും. 4 ഇങ്ങോട്ടേക്ക് വന്നാൽ 15 to 4 ദാറ്റ് ഇസ് 200. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ശരിയല്ലേ? ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്.
ഇത് കൂടുതൽ ഞാൻ പറയുന്നില്ല, നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു റെസിസ്റ്റൻസിലൂടെ കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ആ കറണ്ട് കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ 3 ഇക്വേഷനാണത്. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഇക്വേഷൻ മാറ്റും. സീരീസിലാവുന്ന സമയത്ത് കറണ്ട് കോൺസ്റ്റന്റ് ആവും. ആ കറണ്ട് കോൺസ്റ്റന്റ് ആവുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഇതാണ് എടുക്കുക. നമുക്ക് കിട്ടിയ ഡാറ്റ കറണ്ട് ആണെങ്കിൽ നമ്മൾ ഇത് യൂസ് ചെയ്യും. വോൾട്ടേജ് കോൺസ്റ്റന്റ് ആവുന്ന സിറ്റുവേഷനിൽ വോൾട്ടേജ് ഡാറ്റ ആയിട്ട് കിട്ടുന്ന സന്ദർഭത്തിൽ നമ്മൾ ഇത് യൂസ് ചെയ്യും. വോൾട്ടേജും കറണ്ടും വെച്ചിട്ടാകുമ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യും. ആ ഇക്വേഷനൊക്കെ ടൈം ഒഴിവാക്കിയാൽ പ്രൊഡ്യൂസ്ഡ് ഹീറ്റ് എനർജി എന്ന് പറയുന്നത് അതിൻ്റെ റേറ്റ് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് അത് ചെയ്യുന്ന വർക്കാണ്. സോ വർക്ക് പെർ യൂണിറ്റ് ടൈം ആണ് പവർ. അപ്പോൾ അവിടെ റേറ്റ് ഓഫ് വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ ടി കട്ടായി പോവും. കാരണം H/T എന്ന് പറയുമ്പോൾ I²RT ഡിവൈഡഡ് ബൈ ടി കട്ടായി പോയാൽ നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഹീറ്റിൻ്റെ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് ടൈം ഒഴിവാക്കിയാൽ പവറിൻ്റെ ഇക്വേഷനായി. ബൾബുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ബൾബിന് ഒരു റേറ്റഡ് പവറും റേറ്റഡ് വോൾട്ടേജും ഉണ്ടാവും. ഓക്കെ, ബൾബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയാണ് ബൾബിൻ്റെ ലൈറ്റ് എത്രത്തോളം ബ്രൈറ്റർ ആയിട്ട് കത്തു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ സീരീസ് ആയതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം, I²RT. അപ്പോൾ ഹീറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു നമുക്ക് റെസിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ഹീറ്റ് കൂടുമ്പോൾ, അതായത് റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഹീറ്റ് കൂടും, നല്ല ബ്രൈറ്റ്നസ് ഉണ്ടാവും. ഇനി പവർ ഈസ് ഈക്വൽ ടു റേറ്റഡ് പവർ ഈസ് ഈക്വൽ ടു റേറ്റഡ് വോൾട്ടേജ് സ്ക്വയർ ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു V²/P. ശരിയല്ലേ? അപ്പോൾ ഹീറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പവർ ഓർ ഹീറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പവർ. എങ്ങനെ വന്നെന്ന് മനസ്സിലായിട്ടില്ല എങ്കിലും ഇപ്പം ഞാൻ പറയുന്ന കാര്യം പഠിച്ചു വെച്ചാൽ മതി. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ബ്രൈറ്റ്നസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പവർ. അപ്പം ആർക്കാണ് ബ്രൈറ്റ്നസ് കൂടുതൽ എന്ന് ചോദിച്ചാൽ ആർക്കാണോ പവർ കുറവ് അവർക്കായിരിക്കും ബ്രൈറ്റ്നസ് കൂടുതൽ. ഇനി പാരലായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് റേറ്റഡ് പവർ ഇസ് ഈക്വൽ ടു റേറ്റഡ് വോൾട്ടേജ് സ്ക്വയർ ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു റേറ്റഡ് വോൾട്ടേജ് സ്ക്വയർ ഡിവൈഡഡ് ബൈ പവർ. ഇനി പാരലായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെയും വോൾട്ടേജ് സെയിം ആണ്. എല്ലാവരും കണക്ട് ചെയ്തത് A&Bക്ക് അക്രോസ് ആണ്. അപ്പോൾ എല്ലാവരുടെയും വോൾട്ടേജ് സെയിം ആണ്. അപ്പോൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് ഈസ് ഈക്വൽ ടു V²T/R എന്ന് എഴുതാം. അപ്പോൾ അവിടെ ഹീറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. ഹീറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. അപ്പോൾ ഹീറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസിന് പകരം നമുക്ക് V²/P കൊടുക്കാം. V²/P. അപ്പോൾ P കറങ്ങി മുകളിലേക്ക് വരും. ഇവിടെ ഞാൻ പറയുന്നു, ഇതുവരെ വന്ന വഴി മനസ്സിലായിട്ടില്ലെങ്കിലും ഇനി ഞാൻ പറയുന്നത് മനസ്സിലാക്കിയാൽ മതി. ഹീറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു പവർ, റേറ്റഡ് പവർ. ദാറ്റ് മീൻസ് ബ്രൈറ്റ്നസ്, എത്ര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതാണ് ബ്രൈറ്റ്നസ്. ബ്രൈറ്റ്നസ് ഈസ് പ്രൊപ്പോർഷണൽ ടു P റേറ്റഡ്. അപ്പോൾ ആർക്കാണോ കൂടുതൽ പവർ ഉള്ളത് അവരാണ് നന്നായിട്ട് കത്തുക. ആർക്കാണോ പവർ കുറവുള്ളത് അവർ നന്നായിട്ട് കത്തുന്നത് സീരീസാണ്. പവർ കുറവുള്ള ആൾക്ക് ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കും സീരീസിൽ, പവർ കൂടുതലുള്ള ആൾക്ക് ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കും പാരലൽ. സോ ദാറ്റ്സ് ഇറ്റ്. അത്രയാണ് ഈ ചാപ്റ്ററിലെ നീറ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, എക്സാമിനേഷൻ ഹാളിലേക്ക് കയറുന്നതിന് മുന്നേ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യണം. ഇവിടെ സീരീസിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ബൾബിൻ്റെ എഫക്റ്റീവ് പവർ P1 P2 ഡിവൈഡ് ബൈ P1 + P2. പാരലൽ കണക്ട് ചെയ്യുന്ന സമയത്ത് P1 + P2. ആൻഡ് ഇവിടെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. സോ ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാം. ദിസ് ഇസ് JB ഫ്രം സൈലം ലേണിംഗ്. ബൈ.